ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഇടവ കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഇടവ കൂറ് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേരുന്ന ഒരു രാശിയാണ് ഇടവ രാശി എന്ന് തന്നെ പറയാം. ഇടവ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മ വ്യാഴനാണ്. 2-ൽ ചൊവ്വയാണ്, 3-ൽ ബുധനാണ്, 4-ൽ സൂര്യൻ, 5-ൽ കേതു, 10-ൽ ശനി, 11-ൽ രാഹു എന്നതാണ്. ഗ്രഹസ്ഥിതി പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതിഗതികളല്ല. രാഹു അനുകൂലകരമായിട്ടുള്ള സ്ഥിതിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വിപരീതപരമായിട്ടുള്ള ഒത്തിരി ദോഷഫലങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് കാര്യം ദോഷാധിക്യത്തിന് കൂടി വരുവാനുള്ള സാധ്യത. എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് പറയുന്നത്. അനാരോഗ്യ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ഇടവൻ രാശിക്കാർക്ക് പെട്ടെന്ന് ഈ വീഡിയോ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ശ്രദ്ധിച്ചാൽ മതിയുള്ളൂ, അല്ലെങ്കിൽ ആപത്തിൽ പോയി ചെന്ന് പെടുവാനുള്ള സാധ്യത. കണ്ടകശല്യം ഒന്നുണ്ട്, ജന്മവ്യാഴനുമുണ്ട്. ഇത് രണ്ടും വളരെ ദോഷകരമാണ്. ശാസ്താവിന് നീരാഞ്ജൻ, നെയ്വിളക്ക് എന്നിവ വഴിപാട് ചെയ്യുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം മാസത്തിൽ 1-2 പ്രാവശ്യം മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം നിവേദ്യം, സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്തം എന്നിവയെല്ലാം ചെയ്യുന്നത് മൂലം കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധി നിലനിൽക്കും. തൊഴിൽ മന്ദത നീങ്ങി തൊഴിൽപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങളെല്ലാം ഒത്തുതീർപ്പ് വരാനുണ്ട്. അതിർത്തി തർക്കങ്ങളെല്ലാം സ്വരൂപിച്ച് വരുവാനുള്ള കാര്യം. കേസ് വഴക്കുകളെല്ലാം ഒരു മിതമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അന്യരുമായിട്ട് വഴക്കിടുവാനുള്ള സാധ്യതയുണ്ട്. അതിനായി ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ പോലീസ് കേസ് വഴക്കുകളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കടബാധയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ദോഷകരമായിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദോഷാധിക്യം വന്നു കുറഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നിരുന്നാലും ഉദ്ദിഷ്ട കാര്യം നടക്കാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖല പൊതുവെ മന്ദഗതിയായിരിക്കും. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10-ാം ഭാവം തൊഴിൽ സ്ഥാനമാണ്. അപ്പോൾ തൊഴിൽ മേന്മയ്ക്കും ഉള്ള തൊഴിലിൽ നിന്ന് വിട്ടുപിരിയാതെ ഉള്ള തൊഴിലിൽ ഉള്ള വരുമാനത്തിൽ തന്നെ കഴിഞ്ഞു പോവുക. വേറൊരു തൊഴിലിന് വേണ്ടി ഇത് നിർത്തി വേറൊരു തൊഴിലിന് വേണ്ടി പോവുകയാണെങ്കിൽ കൂടുതൽ നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ദോഷഗീതങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത്. അത് കാര്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജന്മവ്യാഴം നിൽക്കുന്ന കാരണം ചിലപ്പോൾ ജന്മനാട്ടിൽ തന്നെ നിന്ന് പോകാനുള്ള സാധ്യതയും ഭവന സംബന്ധമായിട്ടുള്ള ജപ്തി നടപടികളെല്ലാം വരുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അത് വിപരീതപരമായിട്ട് ജാതകത്തിൽ ഗുണാനുഭവങ്ങളും നല്ല ദശാകാലങ്ങളും നല്ല അപകാരകാലങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ ഈ ദോഷഗീതങ്ങളെല്ലാം കുറഞ്ഞു വന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ജാതകത്തിലും അതുപോലെ ദോഷ സമയമാണെങ്കിൽ വളരെ ദോഷഹിതമായിട്ടുള്ള സമയമാണ് കാണുന്നത്. കടബാധ്യതകളെല്ലാം ചെറുക്കാൻ വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ ധാരാവിളക്ക്, മാല, പുഷ്പാഞ്ജലി എന്നിവയെല്ലാം നടത്തുക. ഭാഗ്യസൂക്തം എല്ലാ ആഴ്ചയിലും നടത്തുക. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാത്തിനും തെളിവായിട്ട് വരുള്ളൂ. ദൈവാധീനം കുറഞ്ഞ സമയമാണ്. അത് കാരണം ഭക്തിപൂർവ്വം ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. പറ്റുന്ന ശനിയാഴ്ചയെല്ലാം ഭഗവതി ശാസ്താക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ഭജന നടത്തുക, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ നാമങ്ങൾ ഉരുവിടുക എന്നെല്ലാം ചെയ്തു വരുന്ന വർഷം ഗുണാനുഭവം ഉണ്ടാവും. എന്നിരുന്നാലും ഇടവൻ രാശിക്കാർക്ക് കുറച്ചുകൂടെ അനുകൂലപരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 5, 6, 7, 8, 9 എന്നീ തീയതികളാണ് ഉള്ളത്. അത് വിട്ടു കഴിഞ്ഞാൽ 16, 17, 18, 19, 20, 21, 22, 23, 24 എന്നീ ദിവസങ്ങൾ ഗുണാനുഭവങ്ങളാണ്. ദോഷഹിതങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12 ഈ സമയത്തിൽ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. ഉദ്ദിഷ്ട കാര്യത്തിനായിട്ടൊരു യാത്ര പോവുകയാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നക്ഷത്രവശാൽ പരിഹാരങ്ങൾ ഒരുപാട് ചെയ്യേണ്ടി വരും. എന്നാലേ ഈ മാസം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്നത് കാർത്തിക നക്ഷത്ര ജലധാര, ശിവനെങ്കിൽ ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂളമാല, എണ്ണവിളക്ക്, നെയ്വിളക്ക് എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉചിതമാണ്. രോഹിണി നക്ഷത്രക്കാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ കാലത്ത് പോയിട്ട് സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക.
ഭാഗ്യസൂക്തം ചെയ്യുക, വിളക്ക്, മാല, പായസം എന്നിവ എല്ലാം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മകീര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം ഭഗവത് സേവ നടത്തുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് കാണും. ദോഷഗതങ്ങൾ കുറഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. നമസ്കാരം.